എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു ലോങ് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു 2 മാസമായിട്ട് ഞാൻ വീഡിയോയെ ഇടാറുണ്ടായിട്ടില്ല, അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കംബാക്ക് എന്നുള്ള രീതിക്ക് ഞാൻ ഇന്ന് തന്നെ റോസ്റ്റഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകുന്ന ദിവസമായതുകൊണ്ട് ഓഫീസ് എങ്ങനെയാണ്, ഞാൻ ഓഫീസിൽ എന്തൊക്കെയാണ് ചെയ്യാറ്, ഞങ്ങൾ ഓഫീസ് എങ്ങനെയാണ് കാണാൻ എന്നൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത്, ബാംഗ്ലൂരാണ്. ഞാൻ സ്റ്റേ ചെയ്യുന്നത് കുറച്ച് ദൂരത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി മെട്രോയിലാണ് പോകുന്നത്. ഡെയിലി എന്നല്ല, വീക്ക്ലി 2 പ്രാവശ്യമാണ് എനിക്ക് ഓഫീസിൽ പോകേണ്ടത്. അപ്പോൾ ആ ദിവസം ഞാൻ ഇവിടുന്ന് മെട്രോയിൽ ഒരു മണിക്കൂർ ഇരുന്ന് അവിടുന്ന് ക്യാബ് എടുത്തിട്ടാണ് പോവാറ്. അപ്പോൾ ഇന്നലെ ഞാൻ മെട്രോയിൽ തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ സിം ഇൻവാലിഡായി. അതെന്താ റീസൺ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് അത് രാത്രി ആയതുകൊണ്ട് ഇന്നലെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് പോയിട്ട് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് സിമ്മില്ല, എനിക്ക് ആരെയും വിളിക്കാനൊന്നും പറ്റില്ല. വൈഫൈ ഉള്ളതുകൊണ്ട് ഞാൻ നെറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സിമ്മ് ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ക്യാബ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് തന്നെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിരിക്കും പിക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇന്ന് ഫുൾ ഡേ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ മാക്സിമം ശ്രമിക്കാം. എനിക്ക് മീറ്റിംഗ്സ് ഒക്കെ വരുന്ന സമയത്ത് എന്തായാലും ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ വീഡിയോസ് എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ പോകുന്ന പോലെ തന്നെ ആയിരിക്കില്ല കേട്ടോ ഞാൻ തിരിച്ച് വരുന്നത്. ചത്ത അവസ്ഥയിലായിരിക്കും എപ്പോഴും തിരിച്ച് വരിക. അതിപ്പോൾ എല്ലാവരുടെ അവസ്ഥയും അങ്ങനെയാണ്. ഞാൻ കുറച്ച് ദൂരെ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ 9 to 6 ആണ് ഷിഫ്റ്റ്. പക്ഷേ ഇവിടുന്ന് ഞാനൊരു 7:30 ഇറങ്ങിയിട്ട് തിരിച്ച് വരാനൊരു 8:30 രാത്രി. അപ്പോൾ ഒരു ഹോൾ ഡേ എൻ്റെത് അങ്ങനെ നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ 2 ദിവസമല്ലേ, അത് കുഴപ്പമില്ല. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നെൻ്റെ ഒരു ഓഫീസ് ഡേ എങ്ങനെയാണെന്ന് കാണാം. ഓർ കം വിത്ത് മീ ടു ആമസോൺ. ഞാൻ യൂഷ്വലി ഓഫീസിൽ പോകുന്ന സമയത്ത് 2 ദിവസം ആയതുകൊണ്ട് ഞാൻ ഒരു ദിവസം വെസ്റ്റേൺ വെയറോ അല്ലെങ്കിൽ ഇൻഡോ വെസ്റ്റേൺ വെയറോ ആണ് വെയർ ചെയ്യാറ്. സെക്കൻഡ് ഡേ ഞാൻ എത്നിക് വെയർ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സ്വിച്ച് ചെയ്യും. ഒരു ദിവസം എന്തായാലും എത്നിക് വെയറും അടുത്ത ഡേ വെസ്റ്റേൺ വെയറും ആയിരിക്കും ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇന്നലെ എൻ്റെ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഇന്നലെ ഞാൻ വെസ്റ്റേൺ വെയർ ഇട്ട് പോയതുകൊണ്ട് ഞാൻ ഇന്ന് എത്നിക് വെയറാണ്. അപ്പോൾ കൂടുതൽ ആഡംബരമൊന്നുമില്ല കേട്ടോ. ഒരു കുർത്തി, ചില സമയത്ത് ഞാൻ ജുംക്കടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല. രാവിലെ തന്നെ ആ മെട്രോയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നല്ല ഉറക്കം വരും. അപ്പോൾ ഞാൻ എത്ര മേക്കപ്പ് ഇട്ടിട്ടും കാര്യമില്ല. പിന്നെ എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്, മസ്കാര, ചില സമയത്ത് കാജൽ ഞാൻ ഈ ഒരു എൻഡിൽ മാത്രമേ ഇടാറുള്ളൂ. അത് എന്നെ നേരിട്ട് പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം, ഞാൻ എത്രയോ കാലമായിട്ട് ഈ ഒരു എൻഡിൽ മാത്രമേ ഉള്ളൂ കാജൽ ഇടാറ്. കുറേ നാൾക്ക് ശേഷം വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു ചമ്മലും സംസാരിക്കാനുള്ളൊരു മടിയൊക്കെ ഉണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഞാൻ സെറ്റാകും. പക്ഷേ എനിക്ക് ഓഫീസിൽ നിന്ന് സംസാരിക്കാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ ഞാൻ വോയിസ് ഓവർ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഡേ എങ്ങനെയാണെന്ന് കണ്ടാലോ. ഒരുപാട് നാൾക്ക് ശേഷം ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള കൺഫ്യൂഷൻസ് കുറേ ഉണ്ടായി. എന്തൊക്കെ ഷൂട്ട് ചെയ്യണം, എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ ഇൻട്രോ പറയുമ്പോഴും പിന്നെ ബാക്കി എൻ്റെ പല വീഡിയോസിലും ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് ഫോമലായിട്ടാണ് സംസാരിക്കുന്നത്. യൂഷ്വലി സംസാരിക്കുന്ന പോലെയല്ല സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി കോൺഷ്യസ് ആവുന്നുണ്ട് വീഡിയോ എടുക്കുമ്പം, അല്ലെങ്കിൽ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പം എന്നുള്ളത്. യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഇത് മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ശ്രമിക്കും. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈല് വരണം എൻ്റെ വീഡിയോസിൽ നിന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഫസ്റ്റ് മെട്രോ സ്റ്റേഷനിലാണ് കയറുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ എല്ലാം സീറ്റ് കിട്ടാറുണ്ട്. പിന്നെ 2-3 സ്റ്റേഷൻസ് കഴിയുമ്പോഴാണ് തിരക്ക് കൂടി വരാറ്. അന്ന് ഞാൻ ഫേസ് ചെയ്ത മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് സിം ഇല്ലാത്തതുകൊണ്ട് പേയ്മെൻറ്റ്സ് ഒന്നും നടക്കുന്നുണ്ടായില്ല. പിന്നെ ക്യാബ് ബുക്ക് ചെയ്യാൻ പറ്റില്ല, ആർക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തത്, ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങി വീട്ടിൽ ലേറ്റായി എത്തുന്നതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്കും എന്നെ വിളിച്ചു നോക്കാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കൂടെയുള്ള എല്ലാവരും എന്നെ കംഫർട്ടബിളാക്കി വെക്കുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയം. ഈ വീഡിയോ കാണുമ്പം പല ആൾക്കാർക്കും കോർപ്പറേറ്റ് ലൈഫ് മിസ് ചെയ്യുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം യൂഷ്വലി ഒരു കോർപ്പറേറ്റ് ലൈഫ് എങ്ങനെയാണോ, ഒരു നോർമൽ ഡേ എങ്ങനെയാണോ, ആ ഒരു ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. പിന്നെ ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒരു എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി ഞങ്ങൾക്ക് അന്നുണ്ടായി. അപ്പം അത് മാത്രമാണ് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നത് ബാക്കിയുള്ള ഡേയ്സ് വെച്ചിട്ട്.
അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നത് വേറെ ഡേയ്സിലാണ്. എൻ്റെ റോസ്റ്റർ ഡേയ്സിലല്ല എൻ്റെ ഫ്രണ്ട്സ് അധിക പേരും വരുന്നത്. അപ്പോൾ എനിക്ക് ആകെ ഒരാളെ മാത്രമേ കാണിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇതെൻ്റെ ഫ്രണ്ടെന്ന് പറയാൻ പറ്റില്ല, അതെൻ്റെ ഒരു സിസ്റ്റർ പോലെയാണ്, ദേവിക. ഞങ്ങൾ യൂഷ്വലി ഒരുമിച്ചിരുന്നിട്ടാണ് എപ്പോഴും വർക്ക് ചെയ്യാറ്. അപ്പം തമാശകളും കഥകളും ഒക്കെ പറഞ്ഞിട്ടാണ് വർക്ക് ചെയ്യാറ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഫുൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്നതാണ് ആമസോണിൻ്റെ ശരിക്കുള്ള എൻട്രൻസ്. ഞങ്ങളൊരു പാർസൽ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബ്രേക്ക് എടുത്ത് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫിയാൻസിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ അടുത്തും കഥയൊക്കെ പറഞ്ഞു, കുറച്ച് നേരം ചില്ല് ചെയ്തിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് സെയിം ബിൽഡിങ്ങിലാണെങ്കിലും വേറെ പ്രോസസ്സാണ്, വേറെ ടീമാണ്, വേറെ ഫ്ലോറാണ്. അപ്പം അധിക സമയത്തും കാണാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒന്നുകിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകും, അല്ലെങ്കിൽ ആൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ് കാണാറ്. പിന്നെ ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അങ്ങനെ ലഞ്ച് കഴിക്കാൻ പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും മിക്കവാറും കാണുക. അവിടുന്ന് ഇറങ്ങി എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ ബ്രേക്ക് കിട്ടി. ആ ഒരു സമയം വീണ്ടും ഞങ്ങളെ കഥ തുടങ്ങി. ഈ 2 ഗേൾസ് മീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് എവിടുന്നൊക്കെയാണ് ടോപ്പിക്ക് വരുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ. പുതിയ പുതിയ കാര്യങ്ങളുണ്ടാവും ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും ബ്രേക്ക് കിട്ടാറുണ്ടെന്ന്. അങ്ങനെയല്ല. ചില ഡേയ്സിൽ ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ലഞ്ച് ബ്രേക്ക് മാത്രമേ കിട്ടാറുള്ളൂ. ചില ഡേയ്സിൽ ഇങ്ങനെ ചില എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസും പിന്നെ മീറ്റിങ്സൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഒരു ബ്രേക്കൊക്കെ കിട്ടും. അപ്പോഴാണ് അന്ന് ആ ഒരു ഡേ അങ്ങനെ കിട്ടിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അധികം ഒരു വർക്കിംഗ് മാത്രം കാണിക്കാണ്ട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി കാണിക്കാൻ പറ്റി. ആ ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു, ലഞ്ച്. പക്ഷേ ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുപോലെ തന്നെ ഞാൻ ഓഫീസിൽ എടുത്ത ക്ലിപ്സ് എല്ലാം വളരെ ചെറിയ ചെറിയ ക്ലിപ്സ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചിട്ട് പോവാത്തത്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. ഈ വീഡിയോയിൽ പിന്നെ ഞാൻ കാണിക്കുന്ന കുറച്ച് ഓഫീസ് ക്ലിപ്സൊക്കെ ഞാൻ 2ാമത്തെ ദിവസം പോയിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഫസ്റ്റ് ഡേ എനിക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മീറ്റിങ്സൊക്കെ കാരണം. അതുകൊണ്ട് ലാസ്റ്റിലേക്ക് കുറച്ച് ക്ലിപ്സ് മാത്രം ഞാൻ 2ാമത് പോയി ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അന്നത്തെ ഒരു ഡേ വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഷോർട്സ് എല്ലാം ഞാൻ സെക്കൻഡ് ഡേ പോയിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഇതാണ് ഞങ്ങളെ റെക് റൂം. ഇതൊക്കെ കഴിയുമ്പോഴേക്കും 6 മണിയായി. എനിക്ക് ക്യാബിന് ടൈമായി. ഞാൻ ഈവനിങ് ക്യാബ് എടുത്തിട്ടാണ് പോയത്. രാവിലെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സിം ഇഷ്യൂ കാരണം. അങ്ങനെ ഞാൻ മെട്രോ സ്റ്റേഷനെത്തി. മെട്രോ സ്റ്റേഷൻ്റെ ആ ഒരു തിരക്കാണ് കേട്ടോ കാണുന്നത്. 5 മണിയൊക്കെ ടൈമിൽ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ഞാൻ യൂഷ്വലി 6 മണീൻ്റെ മെട്രോ ആണ് എടുക്കാറ്. അപ്പോൾ വലിയ തിരക്കുണ്ടാവാറില്ല 5 മണി വെച്ച് നോക്കുമ്പം. പക്ഷേ 6:30 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് കുറച്ചും കൂടി തിരക്ക് കുറയും. പക്ഷേ ഞാൻ എത്താൻ ലേറ്റ് ആവുന്നതുകൊണ്ട് ഞാൻ 6 മണീൻ്റെ തന്നെയാണ് എടുക്കാറ്. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു ലോങ് ഡേ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി. ഒരു 7:30 ആയപ്പോഴാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ സമയം 8:15. അപ്പം ഓൾമോസ്റ്റ് ഒരു ഹോൾ ഡേ ഞാൻ എന്തൊക്കെയാണ് നടന്നതെന്ന് മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഡേ ഒന്നും അല്ലായിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് ആവശ്യത്തിന് ബ്രേക്ക് എടുക്കാനും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടിരുന്ന ഒരു ഡേ ആയിരുന്നു. നിങ്ങൾക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തോന്നും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് കുറച്ചും കൂടി അത് നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സജഷൻ എന്നെ കൊമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതെന്തായാലും ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പം അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് പറ്റുന്ന അത്രയും നല്ലതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും